Hi students, it's me Srirag, your physics teacher. Welcome back to my online physics class. Today we are going to study about our third law of motion, that is Newton's third law of motion. So in the previous classes we studied about Newton's first law of motion and also Newton's second law of motion. So today we are studying about Newton's third law of motion. Okay, so let's start. Rockets are used for launching artificial satellites. What is the force that makes a rocket shoot up? So നിങ്ങൾ പലപ്പോഴും സ്കൈയിലേക്ക് നോക്കുമ്പോൾ റോക്കറ്റുകൾ പോകുന്ന കാണാറുണ്ട്, isn't it? സോ എയറോപ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സ് ഒക്കെ പോകുന്നതിനേക്കാളും വളരെ ഹൈറ്റിലാണ് റോക്കറ്റ്സ് മൂവ് ചെയ്യുന്നത്, isn't it? സോ അതിന്റെ പുക പോകുന്നത് മാത്രമേ നിങ്ങൾ കാണാറുള്ളൂ അല്ലേ? റോക്കറ്റ് പോകുന്ന ആ പാത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഫോം ചെയ്യും, isn't it? വെള്ള കട്ടിയുള്ള പുക നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? റോക്കറ്റ് പോയി ഒരുപാട് സമയം കഴിഞ്ഞാലും ആ ഒരു എഫക്റ്റ്, ആ ഒരു വെള്ള പുക നിങ്ങൾക്ക് ആകാശത്ത് അല്പസമയം കൂടി കാണാൻ സാധിക്കും അല്ലേ? സോ എങ്ങനെയാണ് ഈ റോക്കറ്റുകൾ ഇത്രയും വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നത്? സോ ഒരു എയറോപ്ലെയിന് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ട്രാവൽ ചെയ്യുന്ന സ്പീഡിലാണോ റോക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്? ഒരിക്കലുമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്പീഡിലാണ് റോക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് റോക്കറ്റ് കാണാൻ സാധിക്കും ഇവിടെ. സോ എർത്തുനിന്ന് നോക്കിയാൽ നമുക്ക് എയറോപ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്നതും ഹെലികോപ്റ്റർ ട്രാവൽ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു റോക്കറ്റ് പോകുന്നത് കാണാൻ സാധിക്കുമോ? വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് റോക്കറ്റ് കാണാൻ കഴിയുള്ളൂ അല്ലേ? എന്നാൽ അതിന് പുകയോ അത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അത് പോകുന്ന പാത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ള പുക ഉണ്ടായിരിക്കും അല്ലേ? സോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് സ്പേസിൽ ലോഞ്ച് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ റോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ ആ റോക്കറ്റ് ട്രാവൽ ചെയ്യുന്ന ഫോഴ്സ്, അത്രയും സ്പീഡിൽ ആ റോക്കറ്റിന് ട്രാവൽ ചെയ്യണമെങ്കിൽ നല്ല ഫോഴ്സ് ആവശ്യമുണ്ടായിരിക്കും അല്ലേ? സോ എങ്ങനെയാണ് ആ ഫോഴ്സ് കിട്ടുന്നത്? അത്രയും ഹൈറ്റിൽ അത്രയും സ്പീഡിൽ അതിന് ട്രാവൽ ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ് ആവശ്യമുണ്ടായിരിക്കും? സോ എങ്ങനെയാണ് ആ ഫോഴ്സ് കിട്ടുന്നത്? സോ നമുക്കൊരു എക്സ്പെരിമെന്റിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് മേക്ക് എ ബലൂൺ റോക്കറ്റ്. സോ നമുക്കിവിടെ ഒരു ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കി നോക്കാം. സോ ഈ ബലൂൺ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് കണ്ടെത്തിയാൽ ഒരു റോക്കറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ? സോ അവർ എക്സ്പെരിമെന്റ് ഈസ് ദാറ്റ് പാസ് എ ലോങ് സ്ട്രിംഗ് ത്രൂ എ സ്ട്രോ ആൻഡ് ടൈ ദ സ്ട്രിംഗ് ബിറ്റ്വീൻ two windows of the classroom as shown in the figure. Paste an inflated balloon on the straw. So what is our experiment? Take a straw and a long string. So ഒരു ലോങ് സ്ട്രിങ് എടുത്തിട്ട് സ്ട്രോയുടെ ഉള്ളിലൂടെ പാസ് ചെയ്യുക. ക്ലിയർ? എന്നിട്ട് ഈ സ്ട്രിങ്ങിന്റെ ഒരു എൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വിൻഡോയുടെ കുളത്തിൽ ടൈ ചെയ്യുക. ദെൻ മറ്റേ എൻഡ് ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു വിൻഡോയുടെ കുളത്തിൽ ടൈ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ 3.15 കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് വിൻഡോയുടെ കുളത്ത് എന്ന് പറയുന്നത് താഴ്ന്നിട്ടാണ്, രണ്ടാമത്തെ വിൻഡോയുടെ അതിന് ഓപ്പോസിറ്റ് ഉള്ള വിൻഡോയുടെ കുളത്ത് എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്, isn't it? സോ ഒരു സ്ലോപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഈ സ്ട്രിങ് നല്ല ടൈറ്റ് ആയിട്ട് ടൈ ചെയ്യുക. ക്ലിയർ? ദെൻ സോ ഈ സ്ട്രോ എവിടെയായിരിക്കും ഇനി ലൊക്കേറ്റ് ചെയ്യുക? ഡൗൺ സൈഡിലായിരിക്കും അല്ലെ? താഴെയായിരിക്കും സ്ട്രിങ് ലൊക്കേറ്റ് ചെയ്യുക. സോ ഈ സ്ട്രോയിൽ നമ്മൾ ഒരു ബലൂണ് വീർപ്പിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ സാവധാനം നമ്മുടെ ബലൂണിന്റെ കാറ്റ് അഴിച്ചു വിടുക, ദാറ്റ് ഈസ് നമ്മുടെ ബലൂണിന്റെ കെട്ടഴിക്കുക. സോ ബലൂണിന്റെ കെട്ടഴിച്ചാൽ അതിന്റെ എയർ എങ്ങോട്ടാ പോവുക? താഴേക്ക് വരും അല്ലെ? സോ ബലൂണ് എങ്ങനെയാണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാൻ കഴിയും അല്ലെ? സോ ബലൂണിന്റെ കെട്ടഴിച്ചാൽ ബലൂണിന്റെ എയർ, ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് പോരും അല്ലെ? സോ ആ എയർ പോകുന്ന ഡയറക്ഷൻ അവിടെ ആരോ മാർക്കിൽ കാണിച്ചിട്ടുണ്ട്, isn't it? സോ ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സ്ട്രോ മുകളിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ? സോ ദിസ് ഈസ് അവർ ഒബ്സർവേഷൻ. സോ ബലൂണിന്റെ കെട്ടഴിച്ചാൽ ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് പോകും. സോ അതിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ സ്ട്രോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ദാറ്റ് ഈസ് മുകളിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്ലേറ്റ് ദ ബലൂൺ ആൻഡ് റിലീസ് ഇറ്റ് സഡൻലി. വാട്ട് ഡു യു ഒബ്സർവ്? സോ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻ? ബലൂൺ മൂവ്സ് അലോങ് ദി string in the upward direction
stretched between the two windows. So നമ്മുടെ ബലൂണും സ്ട്രോയും സ്ട്രിങ്ങിലൂടെ മുകളിലോട്ട് മൂവ് ചെയ്യും. Isn't it? Then second question, is in the motion of the balloon in a direction opposite to the direction of motion of the air? Yes. So ഇവിടെ ബലൂൺ മൂവ് ചെയ്യുന്നത് എയർ മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? Yes. Third question, is in this due to the force produced by the strong release of air? If this force is taken as action, the force that pushes the balloon along the string can be taken as reaction. So ഇവിടെ ബലൂൺ സ്ട്രിങ്ങിലൂടെ മൂവ് ചെയ്യുന്നത് ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് പോകുന്ന ആ ഫോഴ്സ് കാരണമാണോ? യെസ്. സോ ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡൗൺവാർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ പെട്ടെന്ന് ബലൂണിന്റെ കെട്ടഴിക്കുമ്പോൾ അതിനുള്ളിലുള്ള എയർ പുറത്തേക്ക് വരുന്നു. സോ ആ എയർ പുറത്തേക്ക് വരുന്നത് ഒരു ഹൈ ഫോഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഈ ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ സ്ട്രോയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബലൂണ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ ബലൂണിനകത്തുള്ള എയർ പുറത്തേക്ക് വരുമ്പോഴുള്ള ഈ ഫോഴ്സ് നമ്മൾ ആക്ഷൻ ആയിട്ട് എടുത്താൽ ബലൂൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് അതിന്റെ റിയാക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ക്ലിയർ? സോ ഇഫ് ദിസ് ഫോഴ്സ് ഈസ് ടേക്കൺ ആസ് ആക്ഷൻ, the force that pushes the balloon along the string can be taken as reaction. So force downward ഡയറക്ഷനിലാണ്. സോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബലൂൺ മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ദാറ്റ് ഈസ് ഈ ഫോഴ്സ് നമ്മുടെ ബലൂണിനെ മുകളിലേക്ക് പുഷ് ചെയ്യാണ്. ക്ലിയർ? സോ ആ പുഷ് കാരണമാണ് നമ്മുടെ ബലൂൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെന്റ്. Fill a boiling tube with some water and close it gently with a cork as shown in the figure. Suspend it from a stand. Heat the boiling tube slowly. What do you observe? So നിങ്ങൾക്ക് ഫിഗർ 3.16 കാണാൻ സാധിക്കും. ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം വാട്ടർ എടുത്തിട്ട് അത് ഒരു കോർക്ക് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ദെൻ ആ ബോയിലിംഗ് ട്യൂബ് ഒരു സ്റ്റാൻഡിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ താഴെ നിന്നും ഒരു ലാമ്പ് കൊണ്ട് ആ ബോയിലിംഗ് ട്യൂബ് ഹീറ്റ് ചെയ്യാണ്. ദെൻ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ ആഫ്റ്റർ സം ടൈം? സോ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? സോ കുറച്ച് കഴിഞ്ഞാൽ ഈ ബോയിലിംഗ് ട്യൂബിനകത്തുള്ള വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? സോ ബോയിലിംഗ് ട്യൂബിനകത്തുള്ള വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? സോ ആ സ്റ്റീം ആ കോർക്കിൽ നന്നായിട്ട് ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും. സോ ആ ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ട് ഈ കോർക്ക് പുറത്തേക്ക് തെറിച്ചു പോകും. Clear? So this is our observation. So our observation is that cork is pushed out from the boiling tube. First question, is it not due to the force exerted on the cork by the steam from the boiling water? Yes. So boiling water steam ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ആ സ്റ്റീം കോർക്കിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്ത് കാരണമാണ് ഈ കോർക്ക് പുഷ് ഔട്ട് ചെയ്യാൻ കാരണം. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, if the force exerted by the steam on the cork is taken as the action, what is the reaction? So ഈ സ്റ്റീം കോർക്കിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ വാട്ട് ഈസ് ദ റിയാക്ഷൻ? എന്തായിരിക്കും അതിന്റെ റിയാക്ഷൻ? സോ നേരത്തെ നമ്മൾ ബലൂണിനകത്ത് നിന്നുള്ള എയർ പുറത്തേക്ക് പോകുമ്പോൾ ആ ഫോഴ്സ് കാരണമാണ് ബലൂൺ മുകളിലോട്ട് ട്രാവൽ ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇസ്ന്റ് ഇറ്റ്? ബലൂൺ മുകളിലോട്ട് മൂവ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. ഇസ്ന്റ് ഇറ്റ്? സോ ബലൂണിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന എയർ പ്രൊഡ്യൂസ് ചെയ്ത ഫോഴ്സ് ആക്ഷനായിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ബലൂണ് മുകളിലോട്ട് മൂവ് ചെയ്തത് നമ്മൾ റിയാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇസ്ന്റ് ഇറ്റ്? സോ അതുപോലെ ഇവിടെ സ്റ്റീം കോർക്കിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ വാട്ട് ഈസ് ദ റിയാക്ഷൻ? The cork exerts an opposite force on the boiling tube. This is the reaction. So ഈ കോർക്ക് പുഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് ട്യൂബിൽ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോർക്ക് ബോയിലിംഗ് ട്യൂബിൽ നിന്നും മുന്നോട്ടാണ് തെറിച്ചു പോകുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ദാറ്റ് ഈസ് ബാക്കോട്ട് ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് ബോയിലിംഗ് ട്യൂബ് ബാക്കോട്ട് മൂവ് ചെയ്യും. ക്ലിയർ? ദെൻ റൈറ്റ് ഡൗൺ വാട്ട് ദ ആക്ഷൻ ആൻഡ് the reaction are when you walk on a floor. സോ നമ്മളൊരു ഫ്ലോറിലൂടെ വാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആക്ഷനും റിയാക്ഷനും സംഭവിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ്?
സോ നമ്മൾ ഒരു ഫ്ലോറിലൂടെ വാക്ക് ചെയ്യുക മീൻസ് നമ്മൾ നമ്മുടെ ലെഗ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്ലോറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് താഴോട്ട് ബാക്കോട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ നമ്മുടെ ലെഗ്സ് കൊണ്ട് നമ്മൾ ഫ്ലോറിൽ താഴേക്ക് ദാറ്റ് ഈസ് ബാക്ക് സൈഡിലോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്ലോർ നമ്മളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. സോ ആ ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ക്ലിയർ? സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ മൂവ് ചെയ്യുക മീൻസ് നമ്മുടെ കാല് ബാക്കോട്ടല്ലേ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ തറയിൽ നമ്മൾ ചവിട്ടിയിട്ട് മുന്നോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ തറയിൽ ചവിട്ടിയിട്ട് നമ്മുടെ കാല് ബാക്കോട്ടല്ലേ പോകുന്നത്. ക്ലിയർ? സോ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ഫോഴ്സ് നമ്മൾ എങ്ങോട്ടാ എക്സേർട്ട് ചെയ്യുന്നത്? താഴോട്ട്. ദാറ്റ് ഈസ് നമ്മുടെ ബാക്കോട്ടാണ് നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ക്ലിയർ? സോ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മുന്നോട്ടാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ ബാക്കോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നു. ക്ലിയർ? സോ വാട്ട് ഈസ് ദ ആക്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ റിയാക്ഷൻ? നമ്മൾ ഫ്ലോറിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആക്ഷൻ. ഫ്ലോർ നമ്മളിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ക്ലിയർ? സോ അതാണ് റിയാക്ഷൻ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് വൈൽ വാക്കിംഗ് വി പ്രസ് ദ ഗ്രൗണ്ട് വിത്ത് our feet in the backward direction. This is action. The ground exerts an equal and opposite force on us. That is reaction, and thus enables us to move forward. Okay. Then gas at high pressure is pushed out from the chambers of a rocket. It is the reaction of this force that propels the rocket forward. So rocket inde chambers il ninnum ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ട് ഹൈ പ്രഷറിൽ ഗ്യാസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹൈ പ്രഷറിൽ ഗ്യാസ് പുറത്തോട്ട് പുഷ് ഔട്ട് ചെയ്യുന്നു. സോ ആ ഗ്യാസസ് പുറത്തേക്ക് ഹൈ പ്രഷറിൽ പുഷ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈ ഫോഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ ആ ഹൈ ഫോഴ്സ് ആണ് റോക്കറ്റ്സിനെ ഫോർവേഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ? സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, റോക്കറ്റ് പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പുക പോകുന്നത് അല്ലേ? ദാറ്റ് ഈസ് പുക ബാക്കിലോട്ടും റോക്കറ്റ് മുന്നോട്ടാണ് പോകുന്നത്. സോ അത്രയും ഹൈ പ്രഷറിലാണ് അതിൽ നിന്നും ഗ്യാസ് പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യുന്നത് ഓർ പുഷ് ഔട്ട് ചെയ്യുന്നത്. സോ അത്രയും ഫോഴ്സിൽ നമ്മുടെ റോക്കറ്റ് ഹൈ സ്പീഡിൽ മുന്നോട്ട് മൂവ് ചെയ്യും. ക്ലിയർ? സോ ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷറിൽ ഗ്യാസസ് പുഷ് ഔട്ട് ചെയ്യുന്നതാണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ ഓഫ് റോക്കറ്റ് ആണ്. ദാറ്റ് ഈസ് റോക്കറ്റ് ഫോർവേഡിൽ പ്രൊപ്പൽ ചെയ്യുന്നതാണ്. ക്ലിയർ? So there is a question. Are the action and reaction equal and opposite? That is നമ്മളിപ്പോൾ പഠിച്ചു ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. സോ അത് രണ്ടും ഈക്വൽ ആണോ? ദാറ്റ് ഈസ് ആക്ഷനിൽ എത്ര ഫോഴ്സ് ആണ് കിട്ടുന്നത് അത്രയും ഫോഴ്സ് റിയാക്ഷനിലും കിട്ടുമോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോക്കറ്റ് ഹൈ പ്രഷറിൽ ഗ്യാസസ് പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പുഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണോ അത്രയും ഫോഴ്സിലാണോ റോക്കറ്റ് ഫോർവേഡിലേക്ക് പ്രൊപ്പൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് റോക്കറ്റ് ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ഷനിൽ കിട്ടുന്ന ഫോഴ്സ് എത്രയാണോ അത്രയും ഫോഴ്സ് റിയാക്ഷനിലും കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ വി ക്യാൻ ഡു അനദർ എക്സ്പെരിമെന്റ്. 2 digital weighing balances are connected as shown in the figure. Figure 3.17. Spring balances can also be used. After fixing the end of balance B strongly, apply a force of 50 Newton at the free end of balance A. What do you observe? So what is our experiment? We want 2 digital weighing balances or spring balances to do this experiment, isn't it? Fix one weighing balance on a rigid body or a wall and the other one is connected to the first weighing balance, isn't it? So here weighing balance B is connected to the wall and A is connected to the weighing balance B. Then apply a force of 50 Newton at the free end of balance A. What do you observe? So നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ സാധിക്കും weighing balance B നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ weighing balance A B യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ weighing balance Aയിൽ നമ്മൾ 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് weighing balance A വലിക്കുക. ക്ലിയർ?
സോ 50 ന്യൂട്ടൺ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വെയിങ് ബാലൻസ് എയിൽ റീഡിംഗ് 50 കാണിക്കുന്നത് വരെ നമ്മൾ വെയിങ് ബാലൻസ് എ നന്നായിട്ട് ഫോഴ്സ് കൊടുത്ത് വലിക്കുക. ക്ലിയർ? ദെൻ വാട്ട് ഡു യു ഒബ്സർവ്? സോ വാട്ട് ഈസ് ഓർ ഒബ്സർവേഷൻ? സോ നിങ്ങൾ എല്ലാവരും സ്പ്രിംഗ് ബാലൻസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതിൽ നമ്മൾ ബി കണക്ട് ചെയ്തിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എ വെച്ചിട്ടുള്ളത് അല്ലെ. ദാറ്റ് ഈസ് ബിയുടെ റീഡിംഗ് സ്കെയിലുമായിട്ട് നമ്മൾ എയുടെ റീഡിംഗ് സ്കെയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ദാറ്റ് ഈസ് ബി നമ്മൾ വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? സോ എയുടെ ആ പാർട്ട് നമ്മൾ കൈ കൊണ്ട് വലിക്കുകയാണ്. ഓക്കെ, സോ അതിന്റെ സ്കെയില് എങ്ങോട്ടാ മൂവ് ചെയ്യാം? നമ്മൾ വലിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്കെയില് മൂവ് ചെയ്യുക. ക്ലിയർ? എന്നാൽ ബിയുമായിട്ട് അതിന്റെ സ്കെയില് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ എന്ത് ചെയ്യും? ബിയുടെ സ്കെയില് അത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എയിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുമ്പോൾ ബിയിലും അത് കിട്ടുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് എയും ബിയും കണക്റ്റഡ് ആണ്. സോ ബിയുടെ സ്കെയില് നമ്മൾ വലിക്കുന്ന ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. എന്നാൽ എയുടെ സ്കെയില് നമ്മൾ വലിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ വലിക്കുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റിലാണ് എയുടെ സ്കെയില് മൂവ് ചെയ്യുന്നത് അല്ലെ. സോ നമ്മൾ വലിക്കുന്ന സെയിം ഡയറക്ഷനിലാണ് ബിയുടെ സ്കെയില് മൂവ് ചെയ്യുന്നത്. സോ രണ്ടിലുള്ള റീഡിംഗ് എത്രയായിരിക്കും? എയിൽ നമ്മൾ 50 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എയിൽ 50 ന്യൂട്ടൺ എക്സെർട്ട് ചെയ്യുന്നുണ്ട്. സോ ബിയിലുള്ള റീഡിംഗ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ റീഡിംഗ് ഓൺ ദ ബാലൻസ് ബി? ബിയിലും സെയിം റീഡിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് 50 ന്യൂട്ടൺ ആയിരിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ആക്ഷൻ, വിച്ച് ഈസ് ദ റിയാക്ഷൻ? സോ നമ്മളുടെ എയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആക്ഷൻ ആക്കി കൺസിഡർ ചെയ്താൽ വാട്ട് ഈസ് ദ റിയാക്ഷൻ? ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഫിക്സഡ് എൻഡ് ഈസ് ദി റിയാക്ഷൻ. ദാറ്റ് ഈസ് വെയിങ് ബാലൻസ് ബി ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? സോ അതിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ എയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് ബി എന്ന വെയിങ് സ്കെയിലും നമുക്ക് ഫോഴ്സ് കിട്ടുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ എയിൽ നമ്മൾ 50 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ബിയിൽ നമുക്ക് 50 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. സോ വെയിങ് ബാലൻസ് ബി നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഒരു വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചാണ്. സോ ആ എൻഡിലാണ് നമുക്ക് റിയാക്ഷൻ കിട്ടുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ ദ റിയാക്ഷൻ ഇസ് ദാറ്റ് the force applied by the fixed end, that is the force get at the weighing balance B, isn't it? Then how much are the action and reaction? Here the action and reaction are equal, isn't it? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് തന്നെയല്ലേ നമുക്ക് റിയാക്ഷനിലും കിട്ടുന്നത്. ദാറ്റ് ഈസ് എയിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത്, ബട്ട് റിയാക്ഷൻ എവിടെയാണ്? വെയിങ് ബാലൻസ് ബിയിൽ അല്ലെ, ഫിക്സഡ് എൻഡിലാണ് റിയാക്ഷൻ. ക്ലിയർ? ദാറ്റ് ഈസ് നമ്മൾ ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് റിയാക്ഷൻ കിട്ടുന്നത്. സോ അവിടെ കിട്ടുന്ന ഫോഴ്സ് എന്താണ്? 50 ന്യൂട്ടൺ ആണ്. ഇസ്ന്റ് ഇറ്റ്? സോ ഹിയർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ, 50 ന്യൂട്ടൺ. യു ഹാവ് സീൻ ദാറ്റ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ സെയിം ഇൻ ദ ആക്ടിവിറ്റി. ഇസ്ന്റ് ഇറ്റ്? സോ ആക്ഷൻ എത്രയാണോ അതിന് ഈക്വൽ ആണ് റിയാക്ഷനും. സോ ആക്ഷനും റിയാക്ഷനും സെയിം ആണ്. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ടു എവരി ആക്ഷൻ there is an equal and opposite reaction. This is Newton's third law. So Newton's third law എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഏതൊരു ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. ക്ലിയർ? സോ there is a question. Consider the following situations and complete the table accordingly. First situation, a man jumps from a boat to the shore. So ഒരു മാൻ ബോട്ടിൽ നിന്നും ഷോറിലേക്ക്, ദാറ്റ് ഈസ് ഒരു തോണിയിൽ നിന്നും കരയിലേക്ക് ജമ്പ് ചെയ്യാണ്, ചാടുകയാണ്. സോ വാട്ട് ഈസ് ദ ആക്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ റിയാക്ഷൻ? ദ മാൻ എക്സൈറ്റ്സ് എ ഫോഴ്സ് ഓൺ ദി ബോട്ട്. ദ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്. ദെൻ ദ റിയാക്ഷൻ ഈസ് ദ ബോട്ട് എക്സൈറ്റ്സ് ആൻ ഈക്വൽ ഫോഴ്സ് ഓൺ ദി മാൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദ മാൻ ലാൻഡ്സ് ഓൺ ദി ഷോർ. സോ തോണിയിൽ നിന്നും കരയിലേക്ക് ചാടുന്ന ഒരു മനുഷ്യൻ ബോട്ടിലേക്കാണ് ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആ ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ട് ബോട്ട് ബാക്കോട്ട് മൂവ് ചെയ്യും. സോ ബോട്ട് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആ മാനിലും അപ്ലൈ ചെയ്യും. ക്ലിയർ? സോ അതിന്റെ റിസൾട്ട് ആയിട്ട് മാൻ കരയിലേക്ക് ജമ്പ് ചെയ്യുന്നു. ക്ലിയർ? സോ തോണി ബാക്കോട്ടും ആ മാൻ മുന്നോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? മാൻ എത്ര ഫോഴ്സ് ആണോ ബോട്ടിൽ എക്സൈറ്റ് ചെയ്ത് അത്രയും ഫോഴ്സ് ബോട്ട് മാനിലും
അപ്ലൈ ചെയ്യും. ക്ലിയർ? സോ മാൻ മുന്നോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ അതിന്റെ റിസൾട്ട് ആയിട്ട് മാൻ കരയിലെത്തും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. സോ ഒരു ഗണ്ണിൽ നിന്നും ഫയർ ചെയ്യുന്ന ഒരു ബുള്ളറ്റ്. സോ വാട്ട് ഈസ് ദ ആക്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ റിയാക്ഷൻ? The action is that the gun exerts a force on the bullet. So action എന്ന് പറയുന്നത് ഗണ്ണ് ബുള്ളറ്റിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. Okay, then what is the reaction? The bullet in turn exerts an equal and opposite force on the gun. So ബുള്ളറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഗണ്ണിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നതും ഗണ്ണിന്റെ പിസ്റ്റൺ ബാക്കോട്ട് വരുന്നതും. ക്ലിയർ? Then third situation, a boat is rowed. ഒരു ബോട്ട് മുന്നോട്ട് പോകുന്നത്. On rowing, the pole exerts a backward force on the water surface. What is the reaction? Water in turn pushes the boat forward due to reaction. So ഒരു തോണി മുന്നോട്ട് പോകുന്നത് തോണിയുടെ പോൾ, ദാറ്റ് ഈസ് തോണിയുടെ എൻഡ് വാട്ടർ സർഫസിൽ ഒരു ഫോഴ്സ് ബാക്കോട്ട് കൊടുക്കുന്നു. സോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വാട്ടർ, ദാറ്റ് ഈസ് വാട്ടർ സർഫസ്, ആ ബോട്ടിലും കൊടുക്കുന്നു. സോ ബോട്ട് മുന്നോട്ട് പോവും, വാട്ടർ ബാക്കോട്ടും. സോ അതുകൊണ്ടാണ് ബോട്ടും ഷിപ്പൊക്കെ മുന്നോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാട്ടർ ബാക്കോട്ട് പോകുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ ചെറിയ തോണി തുഴയുന്നത് എങ്ങനെയാണ്? തോണി നമ്മൾ പങ്കായം കൊണ്ട് ബാക്കോട്ടാണ് തുഴയുക. സോ തോണി മുന്നോട്ടല്ലേ പോകുന്നത്. സോ നമ്മൾ പങ്കായം കൊണ്ട് ഫോഴ്സ് വാട്ടറിൽ എക്സേർട്ട് ചെയ്യുന്നു. സോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വാട്ടർ തോണിയിൽ കൊടുക്കുന്നു, ബോട്ടിൽ കൊടുക്കുന്നു. സോ തോണി മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ക്ലിയർ? സോ ഏതൊരു ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്കതിന്റെ റിയാക്ഷൻ കിട്ടുന്നത്. ക്ലിയർ? ആ റിയാക്ഷന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആക്ഷനിൽ കൊടുത്ത ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, if a cart is pushed while on ice, it won't move. What may be the reason? So ഒരു കാർട്ട്, ഒരു വണ്ടി നമ്മൾ ഐസിന് മുകളിൽ നിന്ന് തള്ളിയാൽ, പുഷ് ചെയ്താൽ അത് മൂവ് ചെയ്യില്ല. സോ വാട്ട് ഈസ് ദ റീസൺ? നമുക്കറിയാം ഐസിന് മുകളിൽ നിന്നിട്ട് നമുക്ക് തള്ളാൻ കഴിയോ? ഇല്ല, കാരണം നമ്മൾ സ്ലിപ്പ് ആവും. ഇസ്ന്റ് ഇറ്റ്? സോ ഐസിന്റെ സർഫസിൽ ഫ്രിക്ഷൻ കിട്ടോ? ഇല്ല. സോ ഫ്രിക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്താണ്. സോ ഐസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. സോ നമുക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കഴിയില്ല. ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ കാർട്ടിലാണ് പുഷ് ചെയ്യുന്നെങ്കിലും നമ്മളെ ലെഗ്സ് ഫോഴ്സ് കൊടുക്കുന്ന എവിടെയാണ്? ഗ്രൗണ്ടിലാണ്. ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ ഗ്രൗണ്ടിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഫോഴ്സ് കിട്ടുകയാണ്, ദാറ്റ് ഈസ് റിയാക്ഷൻ. ആ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ കാറിൽ പുഷ് ചെയ്യുന്നത്. സോ നമ്മൾ ഗ്രൗണ്ടിലേക്ക്, ദാറ്റ് ഈസ് ഫ്ലോറിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് 0 ആയാൽ നമുക്ക് കിട്ടുന്ന റിയാക്ഷനും 0 ആയിരിക്കും. ക്ലിയർ? ദാറ്റ് ഈസ് ഐസ് സർഫസിൽ നമുക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കഴിയോ? ഫ്രിക്ഷൻ ഉണ്ടായിരിക്കോ? ഇല്ല. ദാറ്റ് ഈസ് നമ്മൾ സ്ലിപ്പായി പോകും. സോ ആക്ഷൻ 0 ആയിരിക്കും. സോ നമുക്ക് അവിടെ റിയാക്ഷൻ കിട്ടില്ല. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് നോ റിയാക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഐസ്. സോ ഐസിൽ നിന്ന് നമുക്ക് റിയാക്ഷൻ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ക്ലിയർ? ദ സെയിം വിൽ ബി ദ കേസ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദ മഡ്. സോ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന വെഹിക്കിൾസ് നമ്മളെ കൊണ്ട് തള്ളാൻ കഴിയോ? No. So this is also because no reaction is obtained from the mud. Okay. For work to materialize, an external object which can provide a reaction is necessary. When a man jumps to the shore from a boat, the external force is obtained from the boat. So pushing the boat back is action and the force while the boat gives is reaction. So ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. സോ ആ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ റിയാക്ഷൻ കിട്ടുള്ളൂ. ക്ലിയർ? സോ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് റിയാക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ എന്താണ്? ഒരു മാൻ ബോട്ടിൽ നിന്നും ഷോറിലേക്ക് ജമ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, സോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദോ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, they are equal in magnitude. That is, ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും അവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, F12 is the force exerted on the first object by the second. F21 is the reaction exerted on the second object by the first. According to Newton's third law of motion,
F12 equal to minus F21. So F12 എന്ന് പറയുന്നത് a force exerted on the first object by the second. Okay, second object first objectൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F12. Then F21 എന്ന് പറയുന്നത് the force exerted on the second object by the first. So F21 എന്ന് പറയുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റ് സെക്കൻഡ് ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F21. സോ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ F12 ഈക്വൽ ടു മൈനസ് F21. ദാറ്റ് ഈസ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷനെയാണ്. ഓക്കെ, ദെൻ find out the object which is supplied the reaction for every activity given in table 3.3 and write them down. Then first situation, a man jumps from a boat to the shore. The reaction supplied by the boat. So ഇവിടെ reaction supply ചെയ്യുന്ന ആരാണ്? Boat ആണ്, isn't it? Then second situation, a bullet is fired from a gun. The reaction supplied by the bullet, isn't it? A boat is rowed. The reaction supplied by the water. Okay, all of you clear? According to Newton's third law of motion, action and reaction are equal and opposite. But do they cancel each other? Why is it so? So ഈ രണ്ട് ഫോഴ്സും പരസ്പരം ക്യാൻസൽ ആവില്ലേ? സോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? So let's check. Examine table 3.3. In the first situation, identify the object on which the action takes place. What about reaction? So in situation 1, a man jumps from a boat to the shore. Action takes place on boat, reaction takes place on man, isn't it? So ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് ഈ മാൻ ബോട്ടിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതാണ്. സോ ആ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആ മാനിലാണ്, അല്ലെ? ദാറ്റ് ഈസ് ബോട്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് മാനിലാണ് എക്സേർട്ട് ചെയ്യുന്നത്. സോ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺ മാൻ. സോ ഇവിടെ ഈ രണ്ട് ഫോഴ്സും രണ്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, സോ സെയിം ബോഡിയിൽ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ എക്സേർട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഫോഴ്സ് ക്യാൻസൽ ചെയ്യുന്നത്. ക്ലിയർ? സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതാണ്, അല്ലെ? ബാലൻസ്ഡ് ഫോഴ്സസ്. സോ ഇവിടെ ആക്ഷനും റിയാക്ഷനും എക്സേർട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ഒബ്ജക്ട്സിലാണ്. ഓക്കെ, സോ ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ദെൻ ഇൻ സിറ്റുവേഷൻ 2, എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ. So the action takes place on bullet, reaction takes place on gun. Clear? Then situation 3, a boat is rowed. The action takes place on water, the reaction takes place on boat, isn't it? Since action and reaction are taking place on two different objects, they do not cancel each other. Okay, according to Newton's third law of motion, action and reaction are equal and opposite. Okay, if so, does the total momentum of a system change if no external force is exerted? So ഈ സിസ്റ്റത്തിലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിന്റെ ടോട്ടൽ മൊമെന്റം ചേഞ്ച് ചെയ്യില്ലേ? സോ ദിസ് ഈസ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വി ക്യാൻ റിസോൾവ് ദിസ് ക്വസ്റ്റ്യൻ ഓൺ നെക്സ്റ്റ് ക്ലാസ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ ആ ടോപ്പിക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് തരും. ഓക്കെ, സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് അവർ നെക്സ്റ്റ് ടോപ്പിക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, സോ ടുഡേ വി ആർ കംപ്ലീറ്റഡ് അവർ തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിലെ 3 ലോകളും പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് വൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് വൺ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നോട്ട് പ്രിപ്പയർ ചെയ്യലാണ്. സോ എല്ലാവരും ഫിഗറൊക്കെ വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ഒക്കെ എഴുതി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.